പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ RCയിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള. ഇങ്ങനെ RCയിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും അതിൻ്റെ അടുത്തൊരു പടിയായിട്ടുള്ള ഇൻഷുറൻസ് ഡോക്യുമെൻറ്റിൽ പേര് മാറ്റാതെ പോകുന്നുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനത്തിന് നമ്മൾ RCയിൽ പേര് മാറ്റി പുതിയ ഓണറുടെ പേരിലേക്ക് മാറ്റി, ഞാനൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ പേരിലേക്ക് അത് മാറ്റിയിട്ട് ഇൻഷുറൻസ് പോളിസിയിൽ ഞാനത് മാറ്റിയിട്ടില്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടായിരിക്കെ നമുക്ക് ഒരു ആക്സിഡൻറ്റ് 14 ദിവസം കഴിഞ്ഞിട്ട്, അഥവാ നമ്മൾ RCയിൽ പേര് മാറി 14 ദിവസം കഴിഞ്ഞിട്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജും ലഭ്യമാവുകയില്ല. അതിൽ നമുക്ക് ഫുൾ കവർ ഭാഗത്ത്, നമ്മുടെ ഓൺ ഡാമേജ് ഭാഗത്ത്, നമ്മുടെ വാഹനം റിപ്പയർ ചെയ്യുന്ന ഭാഗത്തേക്കുള്ള ഇൻഷുറൻസ് കവറേജ് ലഭ്യമാവുകയില്ല. എന്നാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടത്തിന്. ഇങ്ങനെ പല ആളുകൾക്കും അവരുടെ വാഹനം റിപ്പയർ ചെയ്യാൻ പണം ലഭ്യമാവാതെ പോയ സംഭവങ്ങളുണ്ട്. ഈ ഒരു സംഭവം പലർക്കും അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാഹനത്തിൻ്റെ RC ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്കത് പുതിയ ഓണറുടെ പേരിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പുതിയ ഓണറുടെ പേരിലായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ SMS വരാറുണ്ട്, അപ്രൂവ് ആയി കഴിഞ്ഞാൽ. അതിനുശേഷം നമ്മൾ RC പർട്ടിക്കുലേഴ്സ് എന്ന ഒരു രേഖ നമുക്ക് ഓൺലൈൻ വഴി 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ലഭ്യമാവും. RC പർട്ടിക്കുലേഴ്സ് പുതുതായിട്ട് ഇപ്പോൾ RC ലഭ്യമാവുന്നില്ല. ഈ RC പർട്ടിക്കുലേഴ്സ് എടുക്കുക. RC പർട്ടിക്കുലേഴ്സും വാഹനവും പുതിയ ഓണറുടെ ഒരു KYC ഡോക്യുമെൻറ്റ്സ്, അഥവാ ആധാറോ ഇലക്ഷൻ ID ഡ്രൈവിംഗ് ലൈസൻസോ ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് കഴിഞ്ഞാൽ അവരിതൊരു ട്രാൻസ്ഫർ ഫീസ് ഈടാക്കിയിട്ട്, ഇതിനൊരു ട്രാൻസ്ഫർ ഫീസ് ഉണ്ടാവും. അതേപോലെ തന്നെ മുൻ ഓണർക്ക്, ആദ്യത്തെ നമ്മുടെ ഓണർക്ക് കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള NCB നോ ക്ലെയിം ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണവും നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. തിരിച്ചടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് പുതിയ ഓണറുടെ പേരിലേക്ക് ഈ ഒരു പോളിസി മാറ്റിത്തരുന്നതാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് NCB ഉണ്ടാവില്ല. ഈ ട്രാൻസ്ഫർ ഫീസ് മാത്രം അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഓണറുടെ പേരിലേക്ക് മാറ്റി കിട്ടുന്നതാണ്. ഇത് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ട് തന്നെ, എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് പോലും ഇത് അറിയാത്തത് കൊണ്ട് അവർക്ക് വാഹനം അപകടം സംഭവിക്കുകയും ആ ക്ലെയിം ലഭ്യമാവാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, വാഹനമുള്ള ആളുകളിലേക്ക് ഈ ഒരു അറിവ് പങ്കിടുക. പല ആളുകളും നമ്മൾ ഒരു തവണ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും പങ്കിടുക.